സ്നേഹമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇത് ഉയിർപ്പിന്റെ 4-ാം ഞായറാഴ്ചയാണ്. ഈ സുവിശേഷ ഭാഗം ഉൾപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഞായറാഴ്ചകൾ നമ്മൾ പറഞ്ഞതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ക്രമബദ്ധമായ രചനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ ഈശോയുടെ അന്തിമ പ്രബോധനമാണ്. അതിലൊരു ഭാഗമാണ് ഈ 16-ാം അധ്യായം. ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ ശിഷ്യന്മാർക്ക് ആശങ്കയുണ്ടാവുന്നു. അവർ ചോദിക്കുന്നു, ഇതിന്റെ അർത്ഥം എന്താണ്? ഈശോ അത് മനസ്സിലാക്കിയിട്ട് പറയുന്നു, അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ആശങ്കാകുലരാകുന്നു. എന്നിട്ട് ഈശോ അത് വിശദീകരിക്കുന്നു, തൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച്. എന്നിട്ട് അതിന് രൂപകമായിട്ട് സ്ത്രീയുടെ പ്രസവവേദനയും ആ സമയത്തുണ്ടാകുന്ന സങ്കടം, അതിനുശേഷം കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെയും കുറിച്ച് രൂപകമായിട്ട് പറയുന്നു. അവസാനം ഈ സുവിശേഷ ഭാഗം നിൽക്കുന്നത് എങ്ങനെയാണ്? ലോകത്തിൽ നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ 16-ാം അധ്യായത്തിൽ 3 പ്രധാന പ്രമേയങ്ങളാണ് അങ്ങനെ ഈശോ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, അവിടുന്ന് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം തൻ്റെ പീഡാനുഭവത്തെയും കുരിശുമരണത്തെയും കുറിച്ച് പറയുന്നു. പക്ഷേ അതിൽ നിരാശരാകരുത്, ദുഃഖിതരാകരുത്, ഉയിർപ്പുണ്ടാകുമെന്ന പ്രത്യാശ അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. മൂന്നാമത്തത് സുവിശേഷം ലോകത്തെ ജയിക്കും എന്ന കാര്യം ഈശോ സുനിശ്ചിതമായിട്ട് പറയുകയാണ്. ഇനി ഈ നമ്മൾ ധ്യാനിക്കുന്ന ഈ ഭാഗം ഈശോ ഇങ്ങനെ പറയാൻ കാരണം, അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞ് ഈശോ പറയാൻ കാരണം, ഈശോ മുൻകൂട്ടി മനസ്സിൽ കാണുകയാണ് ശിഷ്യന്മാർ അനുഭവിക്കാൻ പോകുന്ന ആശങ്ക. അവര് ഒരുപക്ഷെ ചിതറിപ്പോയേക്കുമോ തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സമയങ്ങളിൽ. അതെല്ലാം കൂടെ കണ്ടിട്ട് ഈശോ അവരെ സാന്ത്വനപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ സുവിശേഷഭാഗത്തിന്റെ ആരംഭത്തിൽ യോഹന്നാൻ ശ്ലീഹ അത് പറയുന്നുണ്ട്, 16:1, നിങ്ങൾക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇവയെല്ലാം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ഈശോ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിൻ്റെ പ്രായോഗിക പാഠങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ആശങ്കകളെക്കുറിച്ച്, അവർക്കുണ്ടാകുന്ന സങ്കടങ്ങളെക്കുറിച്ച് നമ്മൾ പര്യാകുലരാണോ? നമ്മൾ അങ്ങനെ ഉള്ള ചിന്താഗതി ഉള്ളവരാണോ? എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് സങ്കടമുണ്ടാവുമോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എന്ന് ഉള്ള ഒരു സന്ദേഹം നമുക്കുണ്ടോ? ഞാൻ ഓർക്കുന്നത്, ഒരു കോർപ്പറേറ്റ് മാനേജറായിരുന്ന ഒരു അച്ഛനെ കുറിച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ അച്ഛന് മറ്റൊരു അച്ഛനെ വിളിക്കുകയാണ്. ആ അച്ഛൻ്റെ ഒരു കസിൻ വീടിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ലഭിക്കേണ്ടതാണ്. പക്ഷേ അവിടെ ഒരു സ്ത്രീയുണ്ട്, ആ സ്ത്രീ ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ ഈ അച്ഛൻ വിളിച്ചിട്ട് മറ്റേ അച്ഛനോട് പറയാണ്, അച്ഛാ, കസിൻ അവിടെ കിട്ടേണ്ടതാണ്, പക്ഷേ ഗർഭിണിയായിട്ടുള്ള നമ്മുടെ ഒരു അധ്യാപികയുണ്ട്, ഒരു 1.5 വർഷത്തേക്ക് നമുക്ക് അവരെ അവിടെ വെച്ചാലോ, അതിനുശേഷം തീർച്ചയായിട്ടും കസിൻ അങ്ങ് കൊടുക്കാം. നോക്കൂ, ഒന്നും പറയേണ്ട കാര്യമില്ല. ആ കോർപ്പറേറ്റ് മാനേജർക്ക് അങ്ങനെ തന്നെ, ആരാണ് ചോദിക്കാൻ, എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ? പക്ഷേ ഈ അധ്യാപകനുണ്ടായേക്കാവുന്ന ആശങ്കയെക്കുറിച്ചോ അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന സങ്കടങ്ങളെക്കുറിച്ചോ മുൻകൂട്ടി കണ്ടിട്ട് അത് പറയുന്ന ഒരു കോർപ്പറേറ്റ് മാനേജർ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് ഈ തരത്തിലുള്ള ചിന്താഗതികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരു കുടുംബിനി, അവള് ഭർത്താവിൽ നിന്ന് അല്പം പിണക്കമൊക്കെ വന്നിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അവസാനം പലരും ഇടപെട്ട് അവളെ തിരിച്ച് ഭർത്തൃ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവൾ പറയുന്ന പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ് ഇതാണ്, ഞാനുമായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും പങ്കുവയ്ക്കുന്നില്ല. ഭർത്താവ് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോയി, എന്നോടത് പറഞ്ഞില്ല. അതുപോലെ ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ എത്ര കാശുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്നും എൻ്റെ ആശങ്കകളും എൻ്റെ വേദനകളും ഒന്നും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം അതാണ്, ഈശോ ഇതെല്ലാം മനസ്സിലാക്കി അവരോട് നേരത്തെ പറഞ്ഞ് അവരെ സാന്ത്വനപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ നമ്മുടെ പ്രായോഗിക ചിന്ത ഇതാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ആശങ്കകളെക്കുറിച്ച് ഒക്കെ, അവർക്ക് വരാൻ പോകുന്ന ദുരിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പര്യാകുലരാകുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നത്, 40 വയസ്സുള്ള ഒരു യുവാവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. അതിൻ്റെ ഭാര്യ, ആ യുവാവിൻ്റെ ഭാര്യ മാരകമായ രോഗം പിടിപെട്ട് ഉള്ള ആളാണ്. അതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പതുക്കെ റിക്കവർ ചെയ്യുന്നു.
പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളാണ്. 4ഉം 7ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. അപ്പനും മരിച്ചുപോയി, വല്യപ്പനും മരിച്ചുപോയി. വല്യമ്മ മാത്രമുണ്ട്, 10-75 വയസ്സുണ്ട്. അപ്പോൾ നാളേക്ക് എങ്ങനെ ഈ കുടുംബം കഴിഞ്ഞു പോകും? അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ കുടുംബം തന്നെ സംസാരിക്കുന്നു. ചിലരും അവിടുത്തെ വികാരിയച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നു, കൊച്ചച്ഛൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നു. ആ ഇടവകയിലുള്ള മറ്റ് അച്ഛന്മാരും എല്ലാം കൂടെ കൂടുന്നു. കൈക്കാരന്മാരും പ്രഥമാധ്യാപകരും വേദപാഠാധ്യാപകരും എല്ലാം കൂടെ ചേർന്ന് അവരൊന്നിച്ച് ആ ഇടവക മുഴുവൻ എല്ലാവരെയും കോർത്തിണക്കി ഒരു വലിയ എമൗണ്ട് സമാഹരിച്ച് ആ കുടുംബത്തിന് നാളെ വന്നേക്കാവുന്ന ദുഃഖ ദുരിതങ്ങളെക്കുറിച്ച് ആശങ്കപ്പെട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. നോക്കൂ, എത്ര ഉദാത്തമായ മാതൃകയാണ്. സുവിശേഷം ഈ ലോകത്ത് ജീവിക്കുകയാണ്. സുവിശേഷം ലോകത്തിൽ മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയെ തന്നെ, ക്രൈസ്തവ കൂട്ടായ്മയെ തന്നെ ബിൽഡപ്പ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ സംസ്കാരം എന്ന് പറയുന്നത് അതാണല്ലോ. അങ്ങനെയാണല്ലോ ഈ ലോകം ജീവിക്കാൻ കൊള്ളാവുന്ന നാടായിട്ട് തന്നെ മാറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംസ്കാരത്തിൽ ആദിമസഭയുടെ ആ ഒരു കൾച്ചറിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇപ്പോൾ ഇത് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണല്ലോ, മറ്റുള്ളവർക്ക് വരാൻ പോകുന്ന ആശങ്കകളെക്കുറിച്ച് നമ്മൾ പര്യാകുലരാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നമ്മൾ മറ്റുള്ളവരുമായി നിർണായകമായ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? ഈശോ ഈ വരുന്ന കാര്യങ്ങളെല്ലാം ഈശോ ശിഷ്യന്മാരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അവർക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ചു എന്ന് കാര്യം തോന്നലുണ്ടാകരുത്, അവർ ചിതറിപ്പോകരുത്. ഞാൻ ഓർക്കുന്നു, അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മുടെ കൂടെയുള്ള ആളുകളുമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കാറുണ്ടോ? ഞാൻ ഓർക്കുന്ന ഒരു ഹെഡ് മാസ്റ്ററെ കുറിച്ച് കുറേ ടീച്ചേഴ്സ് എല്ലാം കൂടെ പരാതി പറയാണ്. ഒന്നും അറിയുന്നില്ല, ആ സമയത്തിന് മാത്രമാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. എന്നാൽ കുറേ കഴിയും വേറൊരു ഹെഡ് മാസ്റ്ററിനെ കുറിച്ച് പറയാണ്, എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് പൊതുവായിട്ട് അവതരിപ്പിക്കുകയുള്ളൂ. നോക്കുക, അപ്പോൾ ആ തരത്തിലുള്ള പങ്കുവെക്കലിൻ്റെ എല്ലാം പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന ഒരു രീതി നമുക്കുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? ഒരു കുടുംബത്തിൽ അവിടുത്തെ മകനും മകളും എല്ലാം കൂടെ പുറത്തു പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ആ കുടുംബത്തിലെ മാതാപിതാക്കൾ അത് അറിയുന്നില്ല. അവരറിയാതെ, അവരോട് ചർച്ച ചെയ്യാതെ എന്തൊരു സങ്കടമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു. മൂന്നാമത്തെ കാര്യം ഇതാണ്: ഈശോ അവർക്ക് പ്രത്യാശ നൽകുകയാണ്. ഒരു സ്ത്രീയുടെ പ്രസവവേദന പോലെയുള്ളൂ ഇത്. നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവും, പക്ഷേ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ സ്ത്രീ സന്തോഷിക്കുന്ന പോലെ നിങ്ങൾ സന്തോഷിക്കും. അതായത് ഉയർപ്പിൻ്റെ സമയത്ത് നിങ്ങൾ സന്തോഷിക്കും, ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും. അപ്പോൾ അവരെ പ്രത്യാശ ഭരിതരാക്കുകയാണ്, അവരെ ധൈര്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം അതാണല്ലോ. ലോകം കേട്ട ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത് അതാണല്ലോ. പ്രത്യാശയുടെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. രോഗികളായവർ, ദരിദ്രരായവർ, എല്ലാവരും അവശരായവരെല്ലാം ധൈര്യപ്പെടുത്തുകയാണ്. ധൈര്യമായിരിക്കും, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ഈസ് യുവർ ഫ്രണ്ട്. ദൈവം നിങ്ങളുടെ സുഹൃത്താണ്. നിങ്ങൾ തകർന്നു പോകാതിരിക്കും. ഒരു നാൾ നിങ്ങൾക്ക് വിജയമുണ്ട്, നിങ്ങൾക്ക് ഉയർപ്പുണ്ട്. ഈ പ്രത്യാശയുടെ മെസ്സേജാണോ നമ്മൾ പങ്കുവയ്ക്കുന്നത്? അതോ കുറ്റപ്പെടുത്തലുകളുടെയും ശാപത്തിൻ്റെയും ഒക്കെ മെസ്സേജാണോ നമ്മൾ പങ്കുവയ്ക്കുന്നത്? സുവിശേഷ വിരുദ്ധമായിട്ടാണോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്? ഞാൻ ഓർക്കുന്നത്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു യുവാവ് ജർമ്മൻ പഠിക്കുകയാണ്. പക്ഷേ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, പരാജയപ്പെടുകയാണ്. 10,000 രൂപ പോവുകയാണ്, പരീക്ഷ എഴുതുന്നു, വിജയിക്കുന്നില്ല. അവസാനം ഒരു വിഷയത്തിന് ജയിച്ചു, A1 ഒരു വിധത്തിൽ പാസ്സായി, A2 അതിനും ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. അപ്പോൾ ആ യുവാവ് എല്ലാം നിർത്തി, ഇനി വേറെ വല്ല കോഴ്സിന് പോയേക്കാം എന്ന് പറഞ്ഞ് വരുമ്പോൾ ഒരച്ഛൻ്റെ അടുത്ത് വരികയാണ്. അച്ഛൻ ധൈര്യപ്പെടുത്തുകയാണ്. ധൈര്യമായിരിക്കും, മുമ്പോട്ട് വെച്ച സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് തന്നെ, നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും, ഉറപ്പായിട്ടും ജർമ്മനി നീ ഒരു നാൾ പോകും. അപ്പോൾ അപാരമായ രീതിയിൽ ഈ യുവാവിന് പ്രത്യാശ പകർന്നു നൽകുകയാണ്. 1 വർഷം കഴിഞ്ഞു, അവൻ എഴുതി, പരീക്ഷയെല്ലാം തോറ്റു, ഒരെണ്ണത്തിന് അത്യാവശ്യം കഷ്ടിച്ച് ജയിച്ചു, ബാക്കി പോയി. 2ാം വർഷമായി, 3ാം വർഷമായി, 4ാം വർഷമായി. ഇന്നലെ ആ പയ്യൻ പോയിട്ട് ജർമ്മനി ചെന്നിട്ട് അവിടുത്തെ ഫാമിലിയുടെ കൂട്ടത്തിൽ എന്നിട്ട് പ്രിയപ്പെട്ടവരെയും ഇതിനെ സഹായിച്ചവരെയും എല്ലാം വിളിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ അപാരമായ പ്രത്യാശയുടെ മെസ്സേജ്. ആരും തകർന്നു പോകാതിരിക്കുക, ആരും ദുർബലരാകാതിരിക്കുക, എല്ലാവരെയും ശക്തിപ്പെടുത്തുന്ന ആ മെസ്സേജാണ് ഈശോ നൽകുന്നത്. എത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായാലും സഹനപൂർവ്വം കാത്തിരിക്കുവിൻ, ഒരു വിജയമുണ്ട് എന്നുള്ള ആ പ്രത്യാശയുടെ മെസ്സേജ്, അതാണ് ഈശോ നൽകുന്നത്. അവസാനമായിട്ട് ഈശോ പറയും, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. സുവിശേഷം ലോകത്തെ ജയിക്കും എന്നുള്ള സുനിശ്ചിതമായ കാര്യം പ്രിയപ്പെട്ടവർ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ ചാനലിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ലോകത്തെ സുവിശേഷമാണ് ജയിച്ചു നിൽക്കുന്നത്. ഈ ലോകം ജീവിക്കാൻ പറ്റാവുന്ന
നാടായിരിക്കുന്നത് സുവിശേഷം കാരണമാണ്. റിച്ചാർഡ് ഡോക്കിൻസിൻ്റെ ഒക്കെ കാര്യം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദി, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കൾച്ചർ ഈസ് ക്രിസ്ത്യൻ കൾച്ചർ എന്ന് അദ്ദേഹം പറഞ്ഞ ടൈം മാഗസിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. സ്പെഷ്യൽ എഡീഷൻ ജീസസ് എന്ന് പറയുന്നത്, ഹൂ ഹി വാസ് ആൻഡ് ഹൂ ഹി ഈസ്. അവിടെ പറയുന്നത് ലോകത്തിൽ ഒരാളെക്കുറിച്ച് മാത്രമേ 4 ജീവചരിത്രങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളൂ, 4 സുവിശേഷങ്ങൾ. അപ്പോൾ ഈശോയാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. ഗ്രിഗോറിയൻ കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ സമയം ഞായറാഴ്ച കേന്ദ്രീകൃതമായിട്ട് ഗ്രിഗറി പാപ്പ തയ്യാറാക്കിയത്. ലോകത്തിന്റെ മനുഷ്യചരിത്രത്തിന് നടുവിൽ ഈശോ നിൽക്കുന്നു. അപ്പോൾ ലോകത്തെ ഭരിക്കുന്നത്, ലോകത്തെ നയിക്കുന്നത് മിശിഹാ തമ്പുരാനാണ്. ആ ഒരു അനന്യതയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ സുവിശേഷം മൂല്യങ്ങൾ ജയിച്ചു നിൽക്കാൻ ഞാൻ എന്തുമാത്രം സംഭാവന ചെയ്യുന്നുണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക്? സുവിശേഷ മൂല്യങ്ങളെ ജയിപ്പിച്ച് നിർത്തുന്നതിൽ ഞാൻ എൻ്റെ പങ്ക് വഹിക്കുന്നുണ്ടോ? അതോ ഈ സുവിശേഷ മൂല്യങ്ങളെ അതിൻ്റെ വില ഞാൻ താത്തിക്കളയാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു, ഒരു പരിചയമുള്ള ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി കത്തോലിക്കയാണ്, ഇട്ടിരിക്കുകയാണ്, മുഹൂർത്തോടനുബന്ധിച്ചിട്ടിരിക്കുക, മേ അള്ളാ ബ്ലെസ് യു എന്നിട്ട് സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ്. നോക്കുക, അവളുടെ ഇതെല്ലാം കാണുന്നതെല്ലാം കത്തോലിക്കരാണ്, ആ സ്റ്റാറ്റസ് അല്ല, വേറെ ആരുമില്ല. എന്തിനാണ് അത് ഇട്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. ആ സമയത്ത് ഉയർപ്പിൻ്റെ സമയത്ത് മേ ദ റിസൺ ലോർഡ് ബ്ലെസ് യു എന്നുള്ള സ്റ്റാറ്റസ് ഇല്ല. എന്തൊരു കഷ്ടമായ അവസ്ഥയാണ്. അതുപോലെ ചില SMIയിലും KCMലുള്ള യൂത്ത് പോലും നോമ്പ് മുറിക്കാനായിട്ട് രാത്രി പോയിരിക്കുകയാണ്. ഏത് നോമ്പ് കാലത്താണ്? നമ്മുടെ നോമ്പ് കാലത്ത്. നോക്കുക, എത്ര കഷ്ടകരമായ അവസ്ഥയാണ്. നമ്മുടെ അനന്യതയെക്കുറിച്ച് നമുക്കറിയാൻ മേലാതെ പോകും. സുവിശേഷ മൂല്യങ്ങളുടെ വ്യതിരക്തതയെക്കുറിച്ചും ഒന്നും അറിയാൻ മേലാതെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചകൾ സിസ്റ്റേഴ്സിൻ്റെ, അച്ഛന്മാരുടെയും അൽമാരുടെയൊക്കെ ഇടയ്ക്കുള്ള ചർച്ചകളാണ്. എല്ലാവരും ഏകണ്ഠം എന്നുള്ള രീതിയിൽ പറയാണ്. ഇക്കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം പറയാണ്, നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ മാറ്റം വരാതെ ഇനി വിശ്വാസം ഉള്ളവരായിട്ട് നമ്മുടെ യുവജന തലമുറ മാറില്ല എന്ന് പറയാണ്. അപ്പോൾ അത് മാറ്റണം. 8ാം ക്ലാസ് മുതലെങ്കിലും നമ്മൾ ഇത് യുണീക്ക്നെസ്, ക്രൈസ്തവീയതയുടെ യുണീക്ക്നെസ്, ഈശോയുടെ അനന്യതയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ മറ്റു വിശ്വാസം കമ്പയർ ചെയ്ത് തന്നെ നമ്മൾ പഠിപ്പിക്കണം. ഇതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പഠിക്കും. അതുകൂടാതെ ക്രൈസ്തവ സംസ്കാരം ലോകത്തിൽ നൽകിയ സംഭാവനകളെക്കുറിച്ച്, കേരളത്തിൽ നൽകിയ സംഭാവനകൾ, ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോഴാണ് സമുദായ ബോധം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഈശോയോട് കൂടുതൽ സ്നേഹം ഉണ്ടാകുന്നത്, വിശ്വാസത്തോട് കൂടുതൽ ബന്ധം ഉണ്ടാകുന്നത്. ഇതെല്ലാം നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ പറയണം. അതുപോലെ തന്നെ നമ്മളവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈശോ പറയുന്നുണ്ടല്ലോ. എന്താണ്? പടിഞ്ഞാറ് മേഘം കാണുമ്പോൾ മഴ വരുന്നു. ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയാത്തത് എന്തെന്ന് ഈശോ ചോദിക്കുന്ന പോലെ ഈ ചുറ്റുമുള്ള കാലങ്ങളിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ ക്രൈസ്തവ സംസ്കാരത്തെ അപഹസിക്കുന്ന, ഇകഴ്ത്തുന്ന കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുകയും ചർച്ച ചെയ്യുകയും അത് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അത് സിനിമകളിലൊക്കെയാണ്. നോക്കി, ഈ അടുത്തിടയ്ക്കൊക്കെ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ക്രൈസ്തവരാണ് വില്ലന്മാരായിട്ട്. അവർക്ക് നന്മയില്ല, അവർ ആഭാസന്മാരാണ്, തെറി പറയുന്നവരാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൂടുതൽ പേര് കാണുന്ന ഒരു സിനിമ, ആ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ചില അപഹാസങ്ങൾ വരെയും വരുന്നുണ്ട്. വില്ലനെ കൊല്ലുകയാണ്, നായകൻ കൊല്ലുന്ന സമയത്ത് കൈ ഇങ്ങനെ വെച്ചിട്ട് അത് കല്ല് വെച്ച് ഇടിക്കുകയാണ്. ഈശോയെ കുരിശി തറയ്ക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആ തരത്തിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പരിഹാസങ്ങൾ പോലും ഉണ്ടാകുകയാണ്. അപ്പോൾ നമ്മുടെ ക്രൈസ്തവ സംസ്കാരം ഏറ്റവും മോശമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ ഇതെല്ലാം അവതരിപ്പിക്കുകയാണ്. നമ്മളിതെല്ലാം ഇൻഫ്ലുവൻസേഴ്സ് എന്ന നിലയ്ക്ക്, നമ്മൾ വൈദികരെന്ന നിലയ്ക്ക്, സിസ്റ്റേഴ്സ് എന്ന നിലയ്ക്ക്, മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ചർച്ച ചെയ്യുകയും മറ്റുള്ളവരോട് ഇത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ ഈ ശ്രേഷ്ഠത, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സുവിശേഷ മൂല്യങ്ങൾ എന്നും ഉയർന്നു നിൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അത് നമ്മൾ വ്യാജം പറയുകയല്ലല്ലോ. പൗലോസ്ലേ പറയുന്ന, ഞാൻ വ്യാജമല്ല പറയുന്നത്, നമ്മൾ സത്യസന്ധമായ കാര്യമാണ്. അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും കൂടി ചെയ്യണം. ഈശോ നമ്മെ. Subscribe now and press the bell icon. Never miss an update.